1818 മേരി ഷെല്ലി എഴുതിയ ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമ നോവലാണ് ഫ്രാങ്കൻസ്റ്റീൻ. ഈ നോവലിനെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2025 പുറത്തിറങ്ങിയ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറഞ്ഞ ഈ മൂവി, സത്യം പറയാലോ ഇതുപോലൊരു കഥ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. മനുഷ്യന്റെ വെറുപ്പ് കാരണം ഉണ്ടായ മറ്റൊരു ജീവിയുടെയും ഒരു മനോഹരമായിട്ടുള്ള കഥ എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഒരു ഡോക്ടർ തൻ്റെ വാശിപ്പുറത്ത് മനുഷ്യനല്ലാത്ത ഒരു മനുഷ്യജീവിയെ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ രണ്ട് ജീവനുകളിൽ നടക്കുന്ന അവരുടെ കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ് ഫ്രാങ്കൻസ്റ്റീൻ. നിങ്ങൾ ഈ മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. പിന്നെ ഈ കഥയുള്ളത് രണ്ടുപേരുടെ കഥയായിട്ടായിരിക്കും. ഇതിൽ ആരുടെ കഥയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്തേക്കാം. എനിക്കിഷ്ടപ്പെട്ട സ്റ്റോറി ആരുടേതാണെന്ന് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലും. പിന്നെ സൗണ്ടിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം. ഈ കഥ തുടങ്ങുന്നത് 1857 ഉത്തര ധ്രുവത്തിലുള്ള ഒരു പരിവേഷണ സംഘം ഒരു ഡാനിഷ് നാവികസേനയുടെ കപ്പൽ അവിടെയുള്ള ഒരു മഞ്ഞുമലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മഞ്ഞിൽ തണുത്തുറഞ്ഞ ആ കപ്പൽ നീക്കാൻ വേണ്ടി അവിടെയുള്ള ജോലിക്കാർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ആൻഡേഴ്സൺ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ വേറൊരു ജോലിക്കാരൻ വന്നിട്ട് ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ഇനിയും നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ ക്യാപ്റ്റൻ അവിടെയുള്ള ജോലിക്കാരോട് എത്രയും പെട്ടെന്ന് ഇത് തകർക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞ് വളരെ കട്ടിയാവുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ജോലിക്കാരുടെ അവസ്ഥ ക്യാപ്റ്റനോട് പറയുമ്പോൾ ക്യാപ്റ്റൻ പറയും, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങളെല്ലാവരും ഒപ്പിട്ടതിന് ശേഷമാണ് ഈ ജോലിക്ക് വന്നത്, അതുകൊണ്ട് ഈ ജോലി പൂർത്തിയാകുന്നത് വരെ നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ല, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അതേന്ന് പറയും. അങ്ങനെ ക്യാപ്റ്റൻ കപ്പലിലേക്ക് കയറുമ്പോൾ ക്യാപ്റ്റന്റെ കാലിൽ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലിക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ രാത്രിയാവുന്നതും ക്യാപ്റ്റന്റെ സഹായി വന്നിട്ട്, ക്യാപ്റ്റൻ ദൂരെ എന്തോ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്, അതും 2 മൈൽ ദൂരെ എന്ന് പറഞ്ഞ് ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ തന്റെ കുറച്ച് ആളുകളെ കൂട്ടി അവിടേക്ക് ചെന്ന് നോക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മഞ്ഞിലൂടെ നായ്ക്കൾ വലിച്ചുകൊണ്ട് പോകുന്നൊരു വണ്ടിയുണ്ടല്ലോ, അതിനടുത്ത് നല്ലതുപോലെ തീ പിടിച്ച് ഒരുപാട് രക്തമെല്ലായിട്ട് കിടക്കുന്നു. അവിടെ വന്ന് ആർക്കാ ഇത് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരാള് പരിക്ക് പറ്റി കിടക്കുന്നതാണ് അവർ കാണുന്നത്. അങ്ങനെ എല്ലാവരും ഓടി വന്നിട്ട് അയാളുടെ കാല് നോക്കുമ്പോൾ കാലൊടിഞ്ഞിട്ടുണ്ട്. ബൂട്ടഴിച്ച് നോക്കുമ്പോഴാണ് അത് മെറ്റലിൽ ചെയ്ത ഒരു കാലാണ്. ആ സമയത്താണ് പുറകിൽ നിന്നും എന്തോ ഒന്ന് അലറുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പറയും, ശരി ഇയാളെ എത്രയും പെട്ടെന്ന് കപ്പലിലേക്ക് കയറ്റാൻ പറഞ്ഞു. ആ പരിക്ക് പറ്റിയ ആളെ ഇവർ കപ്പലിലേക്ക് കയറ്റും. അതുമല്ല ദൂരെ നിന്നും ആ ശബ്ദം ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെല്ലാവരും തോക്കുകളായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. ശബ്ദം അടുത്തേക്ക് വരും തോറും ഇവരതിനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ജീവി പെട്ടെന്ന് താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് അടുത്തേക്ക് തന്നെ വരികയാണ്. അങ്ങനെ മാറി മാറി എത്ര വെടി വെച്ചിട്ടും അതിനൊന്നും സംഭവിക്കുന്നില്ല. അത് വീണ്ടും മുന്നിലേക്ക് തന്നെ വരുന്നു. എന്നിട്ട് അതിനെ തടയാൻ വരുന്ന ഓരോരുത്തരെയായിട്ട് അത് കൊല്ലാൻ തുടങ്ങാണ്. ഇതൊരു മനുഷ്യനാണോ ജീവിയാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ എല്ലാവരും പേടിച്ച് കപ്പലിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങും. ആ ജീവി പുറകെ വന്നിട്ട് ഓരോരുത്തരെയായിട്ട് വലിച്ചെറിയുന്നുണ്ട്. അവസാനം ആ ജീവിയും അവരോടൊപ്പം കപ്പലിന് മുകളിലേക്ക് കയറി. ഇപ്പൊ ആ ജീവി മനഃപൂർവ്വം ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കുന്നില്ല. പകരം ഇവരെടുത്തുകൊണ്ട് വന്ന ആ ഒരാളെ കൈ ചൂണ്ടിയിട്ട് എനിക്ക് അവനെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു ജീവിയല്ല, ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇതിലൊരുത്തൻ ഒരു വലിയ കുന്തം കൊണ്ടുവന്ന് അതിനെ കുത്തുന്നതും അതിന്റെ ദേഷ്യം വന്ന് അയാളെ എടുത്തൊരു ഒറ്റയേറ്. അത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകളുമായിട്ട് അത് വീണ്ടും ഫൈറ്റ് ചെയ്ത് അതിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റന്റെ സഹായി ഒരു വലിയ മെഷീൻ ഗൺ കൊണ്ടുവന്ന് അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. 1-2 തവണ നിർത്താതെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ മനുഷ്യജീവി പെട്ടെന്ന് കപ്പലിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴും. അങ്ങനെ താഴെ വീണ ആ മനുഷ്യജീവി മരിച്ചോ എന്ന് വിചാരിച്ച് എല്ലാവരും സമാധാനത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ കൈ അനങ്ങുന്നുണ്ട്. കാരണം അത് മരിച്ചിട്ടില്ല. അത് വീണ്ടും എഴുന്നേറ്റ് വന്ന് ഈ കപ്പലിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഇവർ മുകളിലേക്ക് കയറാനായിട്ടുള്ള ഏണിയുണ്ടല്ലോ അത് വലിച്ചങ്ങെടുക്കും. അത് കാരണം ആ ജീവി എനിക്ക് അവനെ വേണം, വിക്ടർ അവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആ കപ്പലിപ്പോൾ മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഇത് കഴിയത്തില്ല. ഒരു കപ്പൽ ഒറ്റയ്ക്ക് മറിച്ചിടാൻ വേണ്ടി കപ്പലിലുള്ള ക്യാപ്റ്റനും അവന്റെ കൂട്ടാളികൾക്കും എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ക്യാപ്റ്റൻ ആ ഒരു മെഷീൻ ഗണ്ണ് കൊണ്ടുവന്ന് ആ മനുഷ്യജീവിയുടെ അടുത്തായിട്ട് ഷൂട്ട് ചെയ്യും. അവനെയല്ല ഷൂട്ട് ചെയ്യുന്നത്, കാരണം വേറെ ഒന്നല്ല, അവൻ നിൽക്കുന്ന ആ ഭാഗത്തെ മഞ്ഞ് പതിയെ തകരാൻ തുടങ്ങും. എന്നിട്ട് പൂർണ്ണമായിട്ടും ആ മനുഷ്യജീവി കടലിലേക്ക് മുങ്ങിപ്പോവാണ്. അങ്ങനെ കടലിനടിയിലേക്ക് ആ മനുഷ്യജീവി താഴ്ന്നു പോകുന്നതും ഇപ്പൊ ആ കപ്പല് പഴയ അവസ്ഥയിലേക്കായി. അങ്ങനെ അകത്തേക്ക് വന്ന ക്യാപ്റ്റൻ ഇവർ കൊണ്ടുവന്ന ആ ഒരാൾക്ക് കഴിക്കാനായിട്ടുള്ള മരുന്നെല്ലാം കൊടുത്ത് ഇതെന്താണ്, ആ ജീവി എന്തുകൊണ്ട് അതിന്റെ പുറകെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല ആ മനുഷ്യജീവി എത്ര പേരെ കൊന്നു, അത് വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പേരെ കൊല്ലും,
അതിനെ ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറയും. ക്യാപ്റ്റൻ പറയും, ഇല്ല, അതിനെ നമ്മൾ കൊന്നിട്ടുണ്ട്, അത് വെള്ളത്തിനടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, ഇല്ല, ഒരിക്കലുമില്ല, അതിനൊരിക്കലും മരണമില്ല. ഇനി അത് തിരിച്ചു വന്നു കഴിഞ്ഞാലേ നിങ്ങൾ ഒരിക്കലും അതിനെ തടയാൻ ശ്രമിക്കരുത്. എന്നെ അതിന്റെ മുന്നിൽ നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നെ അത് എടുത്തുകൊണ്ട് പോയാലും നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ചോദിക്കും, അങ്ങനെയുള്ള ആ മനുഷ്യജീവിയെ ആരാ ഉണ്ടാക്കിയത്, ആരാ അതിനെ നിർമ്മിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതിനെ നിർമ്മിച്ചത് ഞാനാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ എല്ലാവരും ആ മനുഷ്യജീവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴാണ് കപ്പലിനുള്ളിൽ അതിനകത്തേക്ക് വന്ന ഒരാളുണ്ടല്ലോ, അയാള് ക്യാപ്റ്റനോട് പറയുന്നത്, ക്യാപ്റ്റൻ, ഞാനൊരു കഥ പറയാൻ പോവാണ്. ഇതിൽ പകുതി സത്യമായിരിക്കും, പകുതി കള്ളവും. എൻ്റെ പേര് വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ എന്ന് പറഞ്ഞ് വിക്ടറിന്റെ കഥ പറയാൻ തുടങ്ങുകയാണ്. 1855 വിക്ടർ ഒരു പണക്കാര കുടുംബത്തിലെ അംഗമാണ്. അവന്റെ അമ്മ ഒരു പണക്കാരിയായിട്ടുള്ള സ്ത്രീ. വിക്ടറും അവന്റെ അമ്മയും സന്തോഷത്തോടെയാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. വിക്ടറിന് ഒരു അച്ഛനുണ്ട്. അയാളെ പേര് കേട്ട ഒരു സർജനാണ്. വിക്ടറിന്റെ അച്ഛൻ എല്ലാ സമയവും വീട്ടിലുണ്ടാവാറില്ല. ആ സമയത്തെല്ലാം വിക്ടറിനും അവന്റെ അമ്മയ്ക്കും അത്രയും സന്തോഷമായിരിക്കും. അങ്ങനെ യാത്ര പോയി തിരിച്ചു വരുന്ന വിക്ടറിന്റെ അച്ഛൻ എപ്പോ വീട്ടിലേക്ക് വരുന്നു, അതിനുശേഷം അയാളുടെ രീതിയിലായിരിക്കും ആ വീട് തന്നെ പ്രവർത്തിക്കുന്നത്. വിക്ടറിന്റെ അമ്മ ഒരു വലിയ പണക്കാരിയായതുകൊണ്ടാണ് വിക്ടറിന്റെ അച്ഛൻ അവരെ കല്യാണം കഴിച്ചത്. അതുമല്ല, വിക്ടറിന്റെ അമ്മയാണെങ്കിൽ രണ്ടാമത് പ്രഗ്നന്റ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, വിക്ടറിന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അയാൾ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും ഈ വീട് പ്രവർത്തിക്കുന്നതെന്ന്. അതുപോലെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുമല്ല, വിക്ടർ പല രാത്രികളിലും അവന്റെ അച്ഛനും അമ്മയും വഴക്കിടുന്നതും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. കൂടുതലും അവന്റെ അമ്മയാണ് വിഷമിക്കാറുള്ളത്. അത് കഴിഞ്ഞ് വിക്ടറിന്റെ അച്ഛൻ ഇപ്പോൾ പതിയെ വിക്ടറിനെയും വിക്ടറിന്റെ അമ്മയും വീർക്കാൻ തുടങ്ങി. കൂടാതെ താനൊരു സർജനായിട്ടുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തന്റെ മകനായിട്ടുള്ള വിക്ടറിനെയും അതുപോലെ മാറ്റാൻ വേണ്ടി അയാൾ വിക്ടറിനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു സർജൻ ആയതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും വിക്ടറിനെ പഠിക്കണമായിരുന്നു. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ എല്ലാം വിക്ടർ അറിയണമായിരുന്നു. ഒരുപക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ വിക്ടറിന്റെ കയ്യിലടിക്കാതെ അവന്റെ മുഖത്താണ് അവന്റെ അച്ഛൻ അടിച്ചിരുന്നത്. കാരണം ഇതെല്ലാം അവന് ഓർമ്മ കിട്ടാൻ വേണ്ടി. കാരണം വിക്ടറിന്റെ അച്ഛന്റെ പേര് തന്റെ മകനാണ് നിലനിർത്തേണ്ടത്, അതൊരിക്കലും നശിപ്പിക്കരുതെന്ന് വിക്ടറിനോട് പ്രത്യേകം പറയും. അങ്ങനെ ഒരു ദിവസമാണ് വിക്ടറിന്റെ അച്ഛൻ വീണ്ടും വെളിയിലേക്ക് യാത്ര പോകാനായിട്ട് നിൽക്കുമ്പോൾ വിക്ടറും അവന്റെ അമ്മയും എന്തോ ഗെയിം കളിക്കുമായിരുന്നു. ആ സമയത്താണ് അവന്റെ അമ്മയ്ക്ക് പ്രസവ വേദന വരുന്നത്. ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ വേണ്ടി വിക്ടറിന്റെ അമ്മയെ വിക്ടറിന്റെ അച്ഛൻ റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നു. പുറകെ പോയ വിക്ടർ ആണെങ്കിൽ അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്, അമ്മയെ രക്ഷിക്കണമെന്ന്. കുറെ കഴിഞ്ഞ് അവന്റെ അമ്മ പ്രസവിക്കുന്നു. പക്ഷെ ആ പ്രസവത്തോടൊപ്പം വിക്ടറിന്റെ അമ്മ മരണപ്പെടുകയാണ്. അവന്റെ ലോകമായി കണ്ട ഒരേ ഒരാള് അവന്റെ അമ്മ മാത്രമായിരുന്നു. ഒരിക്കലും തന്നെ വിട്ടുപോകത്തില്ല എന്ന് വിശ്വസിച്ച അവന്റെ അമ്മ ഇപ്പൊ അവനെ തനിച്ചാക്കി. പിന്നീടുള്ള അവന്റെ ജീവിതം വളരെ വിഷമമുള്ളതായിരുന്നു. അതിനോടൊപ്പം തന്നെ വിക്ടറിന്റെ അമ്മയ്ക്ക് ജനിച്ച രണ്ടാമത്തെ കുട്ടി വിക്ടറിന്റെ സഹോദരൻ വില്യം, അവനും വളരാൻ തുടങ്ങി. പക്ഷേ വിക്ടറിന്റെ അച്ഛൻ ഒരിക്കലും വിക്ടറിനോട് ഇഷ്ടമല്ലായിരുന്നു. വിക്ടറിനോടുള്ള ഇഷ്ടം പതിയെ പതിയെ കുറഞ്ഞ് വില്യമിനോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു. വില്യമിനെ നല്ലപോലെ സ്നേഹിക്കുക, അവന് സമ്മാനങ്ങൾ കൊടുക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അപ്പോഴാണ് വിക്ടർ ചിന്തിച്ചത്, ഇത്രയും വലിയൊരു ഡോക്ടറായിട്ടുള്ള തൻ്റെ അച്ഛനെ അവൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്ന് അവൻ്റെ അച്ഛനോട് തന്നെ അവൻ ചോദിച്ചു. നിന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. മരണത്തെ തടുക്കാനായിട്ട് ആരെ കൊണ്ട് കഴിയത്തില്ല എന്ന് വിക്ടറിന്റെ അച്ഛൻ പറയുമ്പോൾ ഇത് വിക്ടറിനെ ഒരു വാശിയായിട്ട് മാറി. തൻ്റെ അച്ഛനെ കൊണ്ട് കഴിയാത്ത കാര്യം താൻ ചെയ്യുമെന്നും അവൻ്റെ അച്ഛനേക്കാൾ വലിയൊരു ഡോക്ടറായിട്ട് അവൻ മാറുമെന്നും ശബ്ദം കൊടുത്തു. അന്ന് രാത്രി അവൻ്റെ സ്വപ്നത്തിൽ അവൻ ആരാധിക്കുന്ന ആ ദേവത വന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കഥയായിട്ട് വിക്ടർ പറയുമ്പോൾ ഇവിടെ അതേ കടലിൽ കാണിക്കുമ്പോൾ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോയ ആ മനുഷ്യജീവി അത് വീണ്ടും മുകളിലേക്ക് ജീവനോടെ തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ കഥയുടെ ബാക്കി തൻ്റെ അമ്മയുടെ തോട്ടത്തിൽ പിടിച്ച വലിയൊരു തീപിടുത്തം അവരുടെ കുടുംബ സ്വത്ത് പതിയെ കുറയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം വിക്ടറിന്റെ അച്ഛനും മരണപ്പെട്ടു. വിക്ടറിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം തനിച്ചായ വിക്ടറും അവന്റെ സഹോദരൻ വില്യമും. പക്ഷെ വിക്ടറിന്റെ അച്ഛൻ മരിച്ചത് അവനൊരിക്കലും വിഷമുള്ളൊരു കാര്യമല്ലായിരുന്നു. അവിടെ വെച്ച് അവന്റെ അറിവ് കുറച്ചുകൂടി വളരാൻ തുടങ്ങി. അവന്റെ ആഗ്രഹം ഒരു വലിയ ഡോക്ടർ ആവണമെന്നുള്ള തന്റെ ആഗ്രഹം തന്റെ അച്ഛനേക്കാൾ വലിയ ഒരാള് എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് വിക്ടർ മാറി തുടങ്ങി. അങ്ങനെ 1855 റോയൽ കോളേജ് ഓഫ് മെഡിസിൻ അവിടെ വെച്ച് വിക്ടർ കണ്ടുപിടിച്ചൊരു കാര്യം മറ്റുള്ളവരിലേക്കും എത്തിക്കുക, ആ ഒരു കണ്ടുപിടുത്തം എന്താണെന്ന് അറിയിക്കുക. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്ടർ അത് പറയുന്നുണ്ട്. ജനനം മരണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലുള്ളതെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ മരണം, അതിലാണ് ഒരു വിഷയമുള്ളത്. ആ മരണം ഇനി മുതൽ നമ്മുടെ കയ്യിലാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വിക്ടർ കണ്ടുപിടിച്ച ആ ഒരു കാര്യം വേറൊന്നുമല്ല, മരിച്ച ഒരാളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് അവൻ നടത്തിയിട്ടുള്ളത്. ഇതാദ്യം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ വിക്ടർ അത് കാണിച്ചു കൊടുക്കും. അവിടെ മൂടിയിട്ടിരിക്കുന്ന ആ ഒരു തുണിയെടുത്ത് മാറ്റുമ്പോൾ
മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന എല്ലാ ഞരമ്പുകൾക്കും ഒരു കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കിയ ഒരു ശരീരഭാഗമാണത്. ഒരു തയ്യൽ പോലും ഇല്ലാതെ ഈ ശരീരം അവൻ വീണ്ടും ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. അതിൽ 2 ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിക്ടർ കൊണ്ടുവന്ന ആ ശരീരം ഉണ്ടല്ലോ, അത് ജീവനോട് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് അവൻ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന 3 പേര് ബാക്കിയുള്ള എല്ലാവരോടും പറയും, എല്ലാവരും അവിടെ സമാധാനമായിട്ടിരിക്കണം, നീ ചെയ്യുന്ന ഈ തന്ത്രങ്ങളൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ റിച്ചാർഡ് പറയും, എന്ത് തന്ത്രവും, ശരി ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ബോൾ എടുത്ത് ആ ശരീരത്തിനടുത്തേക്ക് എറിഞ്ഞു കൊടുക്കാണ്. ആ ശരീരം അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിനടുത്തേക്ക് ചെന്ന് അത് കയ്യിലേക്ക് തരാൻ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളും അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ വിക്ടർ ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം ഒരായുധ വ്യാപാരിയായിട്ടുള്ള ഹെൻറിച്ച് എന്ന് പറഞ്ഞ ഒരാള് അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വിക്ടർ ചെയ്തിട്ടും അവിടെയുള്ള ആരും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതൊരു വെറുക്കപ്പെട്ട ദൈവത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞ് അവ കണ്ടുപിടിച്ച ഒരു കാര്യം അവർ റിജക്റ്റ് ചെയ്യാണ്. അതിനുശേഷം വിക്ടർ നേരെ തൻ്റെ ലാബിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഹെൻറിച്ച് വിക്ടറിനെ തടഞ്ഞു നിർത്തി. ഹെൻറിച്ച് ഉണ്ടല്ലോ, ആയുധ വ്യാപാരിയായിട്ടുള്ള അയാൾ വിക്ടറിനെ കാണാൻ വരും. എന്നിട്ട് വിക്ടറിന്റെ സഹോദരനായിട്ടുള്ള വില്യം തനിക്ക് അയച്ചൊരു ലെറ്റർ ഹെൻറിച്ച് വിക്ടറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിക്ടറിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വിക്ടർ ചോദിക്കും, അപ്പോൾ എൻ്റെ സഹോദരൻ വില്യം ഇവിടേക്ക് വരാൻ പോവാണോ? അതെ, അതുമല്ല ഉടനെ തന്നെ അവൻ എൻ്റെ മരുമകളായിട്ടുള്ള എലിസബത്തിനെ വിവാഹം കഴിക്കും, അവളുമായിട്ടാണ് ഇവിടേക്ക് വരാൻ പോകുന്നത്. ഇതാണ് എലിസബത്ത് എന്ന് പറഞ്ഞ എലിസബത്തിന്റെ ചിത്രം വിക്ടറിനെ കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ വില്യം ചെയ്യുന്നത് ഫൈനാൻസ് ആണ്, അതിലൊരു വലിയ ആളായിട്ടാവും വരുന്നുണ്ടെന്നും വിക്ടറിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹെൻറിച്ച് ഇന്ന് നടന്ന ആ ഒരു കാര്യം, ഒരു ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന ആ കാര്യത്തെപ്പറ്റി വിക്ടറിനോട് സംസാരിക്കും. വിക്ടർ പറയും, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? ഹെൻറിച്ച് പറയും, പക്ഷേ അതിന് പൂർണ്ണമായിട്ടുള്ളൊരു വിവരണം തരുന്നതിന് മുന്നേ നീ അവിടെ നിന്ന് പോയി. അത് വെറും ഒരു മരണമായിട്ടാണ് എനിക്ക് തോന്നിയത്, ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യം. ഹെൻറിച്ച് പോകുന്നതിന് മുന്നേ വിക്ടറിനോടൊരു കാര്യം പറയുന്നുണ്ട്, 3 ദിവസത്തിനകം നമ്മുടെ വില്യമിനെയും എലിസബത്തിനെയും കാണും. അന്ന് വൈകുന്നേരത്ത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വിക്ടർ ഹെൻറിച്ചിനെ കാണാനായിട്ട് ചെല്ലും. അയാളാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. ഫോട്ടോസ് എടുക്കുന്നത് അയാൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ വിക്ടറിനെ കാണുമ്പോൾ കുറച്ച് പേപ്പറുകൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ആ പേപ്പർ വായിച്ചു നോക്കിയിട്ട് ഹെൻറിച്ച് പറയുന്നത്, നീ ചെയ്ത ആ ഒരു പരീക്ഷണത്തിലെ ഒരു ശരീരത്തിന് ജീവൻ കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് തീർന്നു പോകുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ എന്തോ ചെയ്തതുപോലെയാണ് എനിക്കത് തോന്നിയത്. ആ ഒരു വൈദ്യുതി പവർ വെച്ചിട്ട് നിനക്ക് കുറച്ചു നേരം മാത്രമേ അതിനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ ഹെൻറിച്ചും ഒരു സർജനായിരുന്നു, അത് മിലിറ്ററിയിലെ. അതും കൂടാതെ ഹെൻറിച്ച് അത്രയും ധനികനായിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇവിടെയാണ് ഹെൻറിച്ച് ഒരു കാര്യം പറയുന്നത്, വിക്ടർ നിനക്ക് ഈബ്രൻ ടാബ്ലറ്റ്സ് അതിനെപ്പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതെ, ജോൺ എവലിൻ ഒരു ശരീരത്തിന്റെ പല ഭാഗങ്ങൾ പിരിച്ചെടുത്ത് മരപ്പലകളിലെ ചേർത്ത് വെച്ചേക്കുന്നു, ആ കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, അതുപോലെ ഒന്ന് ഇവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഹെൻറിച്ച് വിക്ടറിനെ മറ്റൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകളും മറ്റും പലകയിൽ അതുപോലെ തന്നെ ചെയ്തു വെച്ചേക്കുന്നു, അതും യഥാർത്ഥ ഒരു മനുഷ്യന്റെ. ഇപ്പോൾ നിന്റെ പരീക്ഷണത്തിനും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഇതാണ് എന്ന് പറയുമ്പോൾ വിക്ടർ അതെ, മുതിയിലുള്ള ആ ഒരു ഭാഗം ഇതാണ് നമുക്ക് വേണ്ടത് എന്നെല്ലാം പറയുമ്പോൾ ഹെൻറിച്ച് പറയും, അതെ നിനക്ക് ആ പരീക്ഷണം ചെയ്യാനായിട്ടുള്ള കൂടുതൽ സഹായം ഞാൻ ചെയ്തു തരാം. അപ്പോൾ വിക്ടർ ചോദിക്കും, പകരം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട, സത്യം വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്, അതുമല്ല സമയം വരുമ്പോൾ ഞാൻ നിന്നോട് ആ സഹായം ചോദിക്കും എന്ന് പറയുന്നതും പെട്ടെന്ന് ഒരാൾ വെളിയിലേക്ക് വന്നിട്ട്, സാർ നിങ്ങളുടെ മരുമകളും വില്യമും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിക്ടർ പറയും, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ്. ഇപ്പോൾ വില്യമിനെയും വില്യമിന്റെ വരുംകാല ഭാര്യയായിട്ടുള്ള എലിസബത്തിനെ ഇവർ കാണുകയാണ്. അപ്പോൾ വില്യമിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എലിസബത്തിനെയും അവൻ പോയി പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഇവർ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ വില്യം ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു പരീക്ഷണം അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ വിക്ടർ പറയും, ദൈവത്തെ പോലെ ഒരു മനുഷ്യന് നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പരീക്ഷണം എന്തിനു നമ്മൾ മാറ്റി നിർത്തണം? അതെന്റെ ഒരു നല്ല ചിന്താശേഷിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട എലിസബത്ത് ചിരിക്കും. അപ്പോൾ വിക്ടർ ചോദിക്കും, അല്ല നീ ചിരിക്കുവാണോ? അതെ, ശരി എന്തുകൊണ്ടാ നീ ചിരിച്ചതെന്ന് പറയും. അപ്പോൾ വില്യമും ഹെൻറിച്ചും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇപ്പോൾ എലിസബത്ത് വിക്ടറിനോട് പറയുന്നുണ്ട്, ഉദാഹരണത്തിന് ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുപോലും അറിയാതെ യുദ്ധം ചെയ്ത് മരണപ്പെടുകയാണ്. പക്ഷേ യുദ്ധം തുടങ്ങി വെച്ചവരോ സുഖമായിട്ട് അവരുടെ വീടുകളിലും. നീ പറഞ്ഞതുപോലെ തന്നെയാണ് അവരും ഇതെല്ലാം ചിന്തിച്ച് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നു, അതിൽ ബലിയാടാവുന്നത് മറ്റുള്ളവര്. അതുപോലെയാണ് നിന്റെ ചിന്തയും എന്ന് പറയുമ്പോൾ വിക്ടർ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ എലിസബത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം
ഇപ്പോൾ നമ്മുടെ വിക്ടർ കഥയുടെ ബാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്യാപ്റ്റൻ പെട്ടെന്ന് കപ്പലിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. അവൻ ഇപ്പോഴും ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും നോക്കിയിട്ടും അവനെ കാണുന്നില്ല. കാണിക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ആ മനുഷ്യജീവി ഈ കപ്പലിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വിക്ടറിനെ വിട്ട് അവൻ പോകാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് വിക്ടർ വീണ്ടും ബാക്കി കഥ പറഞ്ഞു തുടങ്ങാണ്. അങ്ങനെ ഹെൻറിച്ച് എന്നെയും കൊണ്ടൊരു വലിയ സ്ഥലത്തേക്ക് വന്നു, ഒരു വലിയ ടവർ. അങ്ങനെ അതിനകത്തേക്ക് കൊണ്ടുപോയ ഹെൻറിച്ച് ഇവിടെ വെച്ചാണ് വിക്ടർ ഇനിയുള്ള ആ ഒരു പരീക്ഷണങ്ങളെല്ലാം ചെയ്യേണ്ടത്. നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞാനും വില്യമും കൂടി ചെയ്തു തരും. എന്ത് വേണമെങ്കിലും നീ ചോദിക്കുന്ന എന്തും ഞങ്ങൾ ചെയ്തു തരും. ഈ പരീക്ഷണം കഴിയുന്നതുവരെ വില്യം നിന്നോടൊപ്പം ഉണ്ടാവും. നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കേട്ട വിക്ടറിനും അത്രയും സന്തോഷമായി. അവനും പറയുന്നുണ്ട് അവൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വലിയ സ്റ്റീം എൻജിൻ, അതേപോലെ തന്നെ ഇലക്ട്രിക് പവർ, പിന്നെ ഈ 2 വശങ്ങളിലായിട്ട് വലിയ ഹൈ കപ്പാസിറ്റീസ് വോൾട്ടേജ് ബാറ്ററി. അപ്പോൾ ഇതെല്ലാം കേട്ട ഹെൻറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ കോൺട്രാക്ടേഴ്സ് അവർ റെഡിയാക്കി തരും. പിന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഉടമ്പടി അത് ഓർമ്മയുണ്ടല്ലോ. ഇത്രയും സഹായങ്ങൾ വിക്ടറിന് വേണ്ടി അയാൾ ചെയ്തു കൊടുക്കുമ്പോൾ വിക്ടർ അതിന് കൈ കൊടുക്കുകയാണ്. അങ്ങനെ വിക്ടറിന്റെ പരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മനുഷ്യരുടെ ശരീരം വേണം. അതിനുവേണ്ടി വിക്ടർ തിരഞ്ഞെടുക്കുന്നത് ജയിൽ കുറ്റവാളികളെയാണ്. കാരണം തെറ്റ് ചെയ്ത് തൂക്കിലേറ്റി കൊല്ലാൻ പോകുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരുടെ ശരീര വലിപ്പം, ശരീരഘടന ഇതെല്ലാം നോക്കി ഓരോരുത്തരായിട്ട് അവൻ സെലക്ട് ചെയ്യുന്നു. കാരണം ഇവരെല്ലാവരും ഇനി തൂക്കിലേറ്റി കൊല്ലാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരമായിരിക്കും പരീക്ഷണത്തിന് വേണ്ടി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ വെച്ചിട്ടാണ് വിക്ടർ എലിസബത്തിനെ കാണുന്നത്. ഇപ്പോൾ എലിസബത്ത് അറിയാതെ അവളുടെ പിറകെ പോകുമ്പോൾ അവൾ വലിയൊരു ചർച്ചിനകത്തേക്ക് കയറിപ്പോവും. വിക്ടറും പുറകെ തന്നെ ചെന്നിട്ട് എലിസബത്ത് ഇപ്പോൾ കുമ്പസരിക്കാൻ ചെല്ലുമ്പോൾ ആ മുറിക്കുള്ളിൽ അവൾ പോകുന്നതിന് മുന്നേ അവൻ കയറിയിരിക്കും. എന്നിട്ട് ഫാദറായിട്ട് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഫാദർ എനിക്കൊരു കുമ്പസാരം വേണം, ഞാനൊരു തെറ്റ് ചെയ്തു. ഇതിനു മുന്നേ നീ എപ്പോഴാണ് തെറ്റ് ചെയ്തത്? ഒരാഴ്ചയ്ക്ക് മുന്നെയോ? ശരി, ഇപ്പോൾ നീ ചെയ്ത തെറ്റെന്താ? അപ്പോൾ എലിസബത്ത് ഇത് ഞാൻ ഒരാളോട് ചെയ്തതല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യമാണ് എന്ന് പറഞ്ഞ് വിക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങും. വിക്ടറിന്റെ ചിന്താശേഷി മോശമാണ്, അയാൾ അത്രയും മോശപ്പെട്ട ഒരാളാണ്, അവൻ ചെയ്യാൻ പോകുന്ന പരീക്ഷണങ്ങൾ അതൊരിക്കലും നല്ലതല്ല എന്നെല്ലാം പറയുമ്പോൾ വിക്ടർ പെട്ടെന്ന് അവളെ കാണാൻ വേണ്ടിയിട്ട് ആ കൂട് വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൾ അവനെ കണ്ടിട്ട് പറയുന്നുണ്ട്, നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു വലിയ ഹോട്ടലിലേക്ക് ചെന്ന് അവിടെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് എലിസബത്ത് വാങ്ങിച്ച കുറച്ച് പുസ്തകങ്ങൾ അവൻ എടുക്കുന്നത്. തുറക്കുന്നതിന് മുന്നേ അവൻ ചോദിക്കുന്നുണ്ട് ഇതെന്ത് പുസ്തകമാണെന്ന്. അപ്പോൾ അവൾ പറയും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ വിക്ടർ ഇത് പ്രണയ നോവലുകളായിരിക്കാം എന്ന് പറഞ്ഞ് ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരിക്കലും അതല്ല, ഈ പ്രാണികളെ പറ്റിയുള്ള ഒരു ബുക്കാണ്. കാരണം എലിസബത്തിന് പ്രാണികളെ പറ്റിയും പുതിയ പുതിയ ജീവനുകളെ പറ്റിയും പഠിക്കാനായിട്ട് കൂടുതൽ താല്പര്യമുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും അവിടെ ഡാൻസ് കളിക്കുന്നു. പക്ഷെ വിക്ടർ എലിസബത്തിനെ തന്റെ സഹോദരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് വിക്ടറിന്റെ പരീക്ഷണം വീണ്ടും തുടങ്ങാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഹെൻറിച്ചും വില്യമും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് എത്ര പണം വരെ മുടക്കാനും ഹെൻറിച്ച് തയ്യാറാണ്. അതിനിടയിൽ തന്നെ എലിസബത്തും വിക്ടറും തമ്മിലുള്ള ആ ഒരു ബന്ധവും നല്ലതുപോലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ വിക്ടർ പറഞ്ഞ പല കാര്യങ്ങളും വില്യമും ഹെൻറിച്ചും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ വിക്ടർ കൊണ്ടുവന്ന ആ ഒരു മനുഷ്യ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തിനുള്ളിൽ ജീവൻ കയറ്റാൻ വേണ്ടി അവൻ ശ്രമിച്ചു നോക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. എന്തോ ഒരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഹെൻറിച്ച് വിക്ടറിനെ കാണാനായിട്ട് വരുന്നത്. ഇപ്പോൾ വിക്ടർ പറയും, ഈ മനുഷ്യ ശരീരത്തിലെ ജീവൻ കൊണ്ടുവരാൻ വേണ്ടി ലിംഫാറ്റിക് സിസ്റ്റം അതിൽ ഞാൻ പുതിയൊരു കണ്ടുപിടുത്തം നടത്താൻ പോകുന്നു. അതുമല്ല എൻ്റെ മരുമകളുടെ മുകളിൽ നിനക്കൊരു കണ്ണുണ്ട്, അതുകൊണ്ട് നിന്റെ പരീക്ഷണത്തിൽ ഒരു തടസ്സവും വരരുത് എന്ന് പറയുമ്പോൾ വിക്ടർ പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഹെൻറിച്ച് പറയും, ശരി, ഉടനെ തന്നെ ഒരു യുദ്ധം വരാൻ പോവാണ്. അത് അവസാനിച്ചു കഴിഞ്ഞാലേ നമുക്ക് ആവശ്യമായിട്ടുള്ള ശരീരഭാഗങ്ങൾ കിട്ടും. പക്ഷേ യുദ്ധത്തിലെ ഈ ശരീരഭാഗങ്ങളെല്ലാം ചിതറിക്കിടക്കില്ലേ? ഒരാഴ്ച എനിക്ക് സമയം താ, അതിനുള്ളിൽ ഞാൻ എല്ലാം കണ്ടുപിടിച്ച് തരാം, പിന്നീട് നിന്റെ രീതി തന്നെ മാറുമെന്ന് പറഞ്ഞ് ഹെൻറിച്ച് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് എലിസബത്ത് അവനെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നത്. അവിടെ വന്ന് വിക്ടറിന്റെ ആ ഒരു കണ്ടുപിടുത്തം കാണുമ്പോൾ അവൾക്കും അത് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അവിടെ വെച്ചാണ് വിക്ടർ അവളോടൊരു കാര്യം പറയുന്നത്, ഞാനും നീയും തമ്മിൽ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന രീതി ഒരേപോലെയാണ്, അതുകൊണ്ട് എന്തോ ഒരു അടുപ്പം നമുക്ക് ഒരുമിച്ച് തോന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാനായിട്ട് വരുമ്പോൾ എലിസബത്തിന് ഒരിക്കലും അതിനോട് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, വില്യമിനെ അവൾക്ക് ചതിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വിക്ടർ ആകെ വിഷമിച്ച് തന്റെ പരീക്ഷണത്തിലും താൻ തോൽക്കും എന്നുള്ള പേടിയിൽ കുളിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് എന്തോ ഒരു കാര്യം അവന് ഓർമ്മ വരുന്നത്. കാരണം മുതുക ഭാഗത്തുള്ള എന്തോ ഒരു കാര്യം അത് മനസ്സിലാക്കിയ വിക്ടർ ഓടിച്ചെന്ന് ആ ശരീരം ഉണ്ടല്ലോ അതിലവൻ കുത്തിയിരിക്കുന്ന ആ ഒരു സൂചികൾ അതവൻ കണ്ടുപിടിച്ച ആ ഭാഗത്തേക്ക് കുത്തിവെക്കുമ്പോൾ ഇപ്പോൾ ആ ശരീരം പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആദ്യം വിക്ടർ നല്ലതുപോലെ പേടിച്ചു പോവും. അതുമല്ല അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ വിക്ടറിന് കറക്റ്റ് കാര്യം മനസ്സിലായി. ഇനിയിപ്പോ വേണ്ടത് ശരീരഭാഗങ്ങൾ മാത്രമാണ്. അങ്ങനെ ഹെൻറിച്ച് പറഞ്ഞതുപോലെ ആ യുദ്ധം കഴിഞ്ഞ് അതിൽ മരണപ്പെട്ട ഒരുപാട് പട്ടാളക്കാര് അവരുടെ പല ശരീരഭാഗങ്ങളും നല്ലത് നോക്കി വിക്ടർ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാണ്. അങ്ങനെ അത് വിക്ടർ ലാബിലേക്ക് കൊണ്ടുവന്ന് ആ ശരീരഭാഗങ്ങളിൽ നല്ല ശരീരഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കാല് നല്ലതായിരിക്കും, കൈ നല്ലതായിരിക്കും, ഇങ്ങനെ ഓരോ ശരീരഭാഗങ്ങൾ നല്ലത് നോക്കി അവൻ കട്ട് ചെയ്തെടുക്കും. അങ്ങനെ പല ശരീരങ്ങളിൽ നിന്നും പല ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്ത് അതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു പുതിയ ശരീരം അവൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഒരു മനുഷ്യന്റെ അല്ല, പല മനുഷ്യരുടെ പല ശരീരഭാഗങ്ങളാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു ശരീരം അവൻ നിർമ്മിച്ചെടുത്തതിന് ശേഷം ഇപ്പൊ അതിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിവൈസ് അതിന്റെ ശരീരഭാഗത്തിന്റെ നടുവിലായിട്ട് വെക്കും. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ഹൈ വോൾട്ടേജിൽ പവർ വേണം. അങ്ങനെ ഒരു രാത്രി വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ഇതാണ് പറ്റിയ അവസരം. കാരണം ഇടിമിന്നലിൽ നിന്നുള്ള ആ ഒരു വൈദ്യുതി അതുപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാം എന്ന് തീരുമാനിച്ച് സഹായത്തിനായിട്ട് മറ്റാളുകളെ വിളിക്കുകയാണ്. പക്ഷേ അവന്റെ ലാബിനുള്ളിൽ ഇപ്പോൾ വേറെ ആരുമില്ല. അപ്പോഴാണ് ആരോ ഒരാള് അവിടേക്ക് ഒളിച്ചു നിൽക്കുന്നത് അവൻ കാണുന്നത്. അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഹെൻറിച്ചാണ്. പക്ഷെ ഹെൻറിച്ച് ഒളിച്ചു നിന്ന് ഒരു മരുന്നെടുത്ത് തരാൻ പറയും. വിക്ടർ ആണെങ്കിലോ ആ മരുന്ന് കൊണ്ടുവന്ന് ഹെൻറിച്ചിന് കൊടുക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഹെൻറിച്ചിന് ഒരു മാരകമായിട്ടുള്ള അസുഖമുണ്ട്. അവന്റെ ശരീരഭാഗങ്ങൾ പതിയെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മരുന്ന് അവൻ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ആ അസുഖം അവന്റെ തലച്ചോറിലാണ് ബാധിച്ചിട്ടുള്ളത്. അങ്ങനെ തന്റെ അസുഖത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിക്ടറിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ വിക്ടർ അവസാനമായിട്ടും ആ ഒരു ശരീരത്തിന് ജീവൻ കൊടുക്കാൻ പോവാണല്ലോ. അതുകൊണ്ട് തന്നെ ഹെൻറിച്ച് ഇവർ തമ്മിലുള്ള ആ ഒരു ഉടമ്പടിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം അത് വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ പുതിയൊരു ശരീരത്തിൽ ജീവൻ കൊടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ശരീരത്തിൽ എന്നെ നീ കൊണ്ടുപോകണം. അതിലൂടെ എനിക്ക് ജീവിക്കണമെന്ന് പറയുമ്പോൾ ഇതൊരിക്കലും നമ്മുടെ വിക്ടറിന് കഴിയത്തില്ല. കാരണം ഇപ്പൊ തന്നെ ഹെൻറിച്ചിന്റെ ശരീരഭാഗങ്ങൾ നശിച്ചു തുടങ്ങി. ഇനി ഇവന്റെ ശരീരത്തെ ആ പുതിയ ശരീരത്തിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളത് പാടുള്ള കാര്യമാണ്. അപ്പോൾ ഹെൻറിച്ച് ഇല്ല, ഞാൻ എന്തുവാണെങ്കിലും ചെയ്യാം, നീ എനിക്കത് ചെയ്തു തരണം, ഇത് നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയാണെന്ന് പറയുമ്പോൾ വിക്ടർ പറയും ഇത് മാത്രം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അതൊരിക്കലും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഹെൻറിച്ച് പറയും നിനക്കെന്താ വേണ്ടത്, എന്റെ മരുമകളെ വേണോ, അവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാം എന്ന് വരെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും വിക്ടർ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അങ്ങനെ വിക്ടർ ഇടിമിന്നലിൽ നിന്നും ആ ഒരു വൈദ്യുതി എടുക്കാൻ വേണ്ടി അവന്റെ കയ്യിലുള്ള ആ ഒരു റാഡുണ്ട്, അതും കൊണ്ട് നേരെ മുകളിലേക്ക് കയറി ആ ടവറിന് മുകളിലായിട്ട് അത് സ്ഥാപിക്കും. എന്നിട്ട് നേരെ താഴെ ഇറങ്ങി വന്ന് രണ്ടാമത്തെ ഭാഗം അവിടെയുള്ള മറ്റൊരു ഡിവൈസിൽ വെക്കാൻ വരുമ്പോൾ ഹെൻറിച്ച് അപ്പോഴും വന്ന് അവനോട് കാല് പിടിച്ച് പറയുന്നുണ്ട് പ്ലീസ് നീ ഒരേ ഒരു തവണ അത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ വിക്ടർ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇയാളുടെ ശരീരം നശിച്ചു പോകാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന്. അങ്ങനെ വിക്ടർ ഇത് ചെയ്യാൻ വരുമ്പോൾ അതിലൊരു റാഡ് അയാളെ പിടിച്ചു വെച്ചേക്കും. എന്നിട്ട് ഒരിക്കലും തരത്തില്ല എന്ന് പറയുന്നതും വിക്ടറും അയാളും പിടിയും വലിയായിട്ട് ഇപ്പോൾ പിടിവിട്ട് ഹെൻറിച്ച് അവിടെയുള്ള കുഴിയിലേക്ക് വീഴാൻ പോകും. വിക്ടർ അയാളെ രക്ഷിക്കാനായിട്ട് അയാളുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ഷർട്ട് കീറി അയാളെ നേരെ താഴേക്ക് വീണ് ഹെൻറിച്ച് അവിടെ വെച്ച് മരണപ്പെടുകയാണ്. പക്ഷെ വിക്ടർ ഇപ്പോഴും തന്റെ പരീക്ഷണം അവസാനിപ്പിച്ചിട്ടില്ല. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വിക്ടർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ വിക്ടർ പെട്ടെന്ന് താഴേക്ക് വന്ന് അയാളെ പിടിച്ചു നോക്കുമ്പോൾ തലയോട്ടിയെല്ലാം പൊട്ടിച്ചിതറി അയാൾ മരണപ്പെട്ടു. ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ വിക്ടർ തന്റെ പരീക്ഷണത്തിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാണ്. ഇപ്പോൾ എല്ലാ കണക്ഷനുകളും കറക്റ്റായിട്ട് കൊടുത്ത് ആ ഇടിമിന്നലിൽ നിന്നും വൈദ്യുതി ആ റാഡിങ്ങിനെ കളക്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് താഴെയുള്ള ആ ഒരു ശരീരത്തിലേക്ക് വൈദ്യുതി കയറുന്നതും അതിന്റെ ശരീരത്തിലുള്ള ആ ഒരു ഡിവൈസ് പ്രവർത്തിച്ച് ഇപ്പൊ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആ ശരീരത്തിനുള്ളിൽ എന്തോ ഒരു മാറ്റം. അത് കഴിഞ്ഞ് വിക്ടർ വന്ന് ആ ശരീരം തൊട്ട് നോക്കുമ്പോൾ അതിനൊരു അനക്കവുമില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും വിക്ടറിനെ തന്റെ പരീക്ഷണം വിജയകരമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ വിക്ടർ നേരെ തന്റെ റൂമിലേക്ക് പോയി കിടക്കും. അങ്ങനെ ഉറങ്ങി അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ മുന്നിൽ എന്തോ ഒരു കാര്യം. വിക്ടർ ആകെ പേടിച്ചു നിൽക്കാണ്. അവിടെയാണ് ഒരു കാര്യം, വേറൊന്നുമല്ല, വിക്ടർ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മനുഷ്യ ശരീരം അതിന് ജീവനുണ്ട്. അത് വിക്ടറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ വിക്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ വിക്ടർ അതിനെ പേടിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അത് വിക്ടറിനെ ഒന്നും ചെയ്യുന്നില്ല. അതിനെല്ലാം ഒരു പുതിയ കാര്യമാണ്. കാരണം ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീണ് ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചു തുടങ്ങുമല്ലോ, അതുപോലെ. അങ്ങനെ വിക്ടറിന്റെ പരീക്ഷണം പൂർണ്ണമായിട്ടും വിജയിച്ചു. ഇപ്പൊ അവൻ ദൈവത്തിന് തുല്യമായി. കാരണം ഒരു പുതിയ ജീവന് അവൻ ജന്മം കൊടുത്തേക്കാണ്. ആ സന്തോഷത്തിൽ വിക്ടർ നിൽക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിക്ടറിനെ കാണിക്കുമ്പോൾ വിക്ടർ ആ ശരീരത്തെ നേരെ താഴേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ അതിന്റെ 2 കൈകളിലും ചങ്ങലയിട്ട് അവിടെ തന്നെ ഇരുത്തും. നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിക്ടർ പോകുമ്പോൾ അതിനാകെ അറിയാവുന്ന ഒരേ ഒരു വാക്ക് വിക്ടർ എന്ന് മാത്രമാണ്. എന്നിട്ട് ഒരു കുട്ടിയെപ്പോലെ തന്നെ വിക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവൻ. ഇപ്പോൾ വിക്ടർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം പ്രകൃതിക്ക് നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള കാര്യവും വിക്ടർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വിക്ടർ ആ മനുഷ്യജീവിയെ ഓരോ ദിവസവും
നല്ലതുപോലെ തന്നെ നോക്കണം, അതിന് ഷേവ് ചെയ്ത് കൊടുക്കണം, അതിനെ വൃത്തിയാക്കണം. ഇങ്ങനെ വിക്ടറിന്റെ പ്രായം കൂടിക്കൂടി പോകുന്നു. അതോടെ വിക്ടറിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അവന്റെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്, കാരണം ഇവനെ നോക്കാൻ വേണ്ടി. അങ്ങനെ ഈ വിഷമങ്ങളെല്ലാം പറഞ്ഞ് വിക്ടർ അവിടെ നിൽക്കുമ്പോൾ ആ മനുഷ്യജീവി ഒരു കത്തിയെടുക്കും. വിക്ടർ ഓടി ചെന്നിട്ട് ഏയ് വേണ്ട, അത് എടുക്കരുതെന്ന് പറയുമ്പോൾ ആ കത്തിയെടുത്ത് പിടിക്കുന്നതും അതിന്റെ കൈ മുറിയും. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അത് ചെയ്യരുതെന്ന് എന്ന് പറയുന്ന സമയത്താണ് അതിന്റെ മുറിവ് മാറുന്നുണ്ട്. അപ്പൊ ആ ശരീരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ മനുഷ്യജീവി ഇപ്പോൾ വിക്ടറിനോട് ദേഷ്യപ്പെടുമ്പോൾ വിക്ടർ പറയും വേണ്ട, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അതിനെ സമാധാനപ്പെടുത്തും. അതേസമയം വില്യമും എലിസബത്തും അവളുടെ അമ്മാവനെ കാണാത്തത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും അവിടേക്ക് വരുന്നു. ഇവിടെ വിക്ടർ ആണെങ്കിലോ ആ മനുഷ്യജീവിയോട് നിനക്കാകെ അറിയാവുന്നത് എൻ്റെ പേര് മാത്രമാണ്, വേറെ എന്തെങ്കിലും ഒന്ന് നിനക്ക് പറഞ്ഞൂടെ? ഓക്കെ, പതിയെ പതിയെ നിന്റെ തലയ്ക്കുള്ളിലേക്ക് അതെല്ലാം കയറും. നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിക്ടർ എന്നുള്ള പേരല്ലാതെ നീ വേറെ ഒന്നും പറയുന്നില്ല. ശരി, ദേ ഇത് നോക്ക്, വാട്ടർ വാട്ടർ എന്ന് പറയാൻ കഴിയൂ. എന്നിട്ട് ഷൂ, ദേ ഇത് പറയാൻ കഴിയൂ എന്ന് ചോദിക്കുമ്പോൾ അതപ്പോഴും വിക്ടർ എന്നുള്ളൊരു വാക്ക് മാത്രമാണ് പറയുന്നത്. ഇത് കാരണം വിക്ടറിന് ദേഷ്യം വരുമ്പോൾ ആ മനുഷ്യജീവി വിക്ടറിനെ കണ്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ വിക്ടർ ചോദിക്കും, ഓ അപ്പോൾ നീ എന്നെ കണ്ട് പേടിക്കുന്നുണ്ടല്ലേ? എന്തിനാ നീ എന്നെ കണ്ട് പേടിക്കുന്നത്? ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിക്ടറിന്റെ ആ ഒരു ദേഷ്യം അതിനോട് തീർക്കുമ്പോൾ വെളിയിൽ വില്യമും എലിസബത്തും വന്ന കാര്യം മനസ്സിലാക്കി വിക്ടർ ഈ താഴത്തെ കാര്യം അവൻ കണ്ടുപിടിച്ച് ഈ ഒരു കാര്യത്തെ പറ്റി അവരോട് പറയാതെ നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അല്ല ഹെൻറിച്ചമ്മ അവനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല എന്ന് വിക്ടർ കള്ളം പറയും. എന്നിട്ട് വില്യമിനെയും കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ താഴെ ആ മനുഷ്യജീവി വിക്ടർ എന്ന് വിളിക്കുന്ന ആ ശബ്ദം എലിസബത്ത് കേൾക്കും. എന്നിട്ട് അവൾ നേരെ താഴേക്ക് പോകും. അങ്ങനെ ആ ശബ്ദം പിന്തുടർന്ന് അവൾ ഒരുപാട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ മനുഷ്യജീവിയെ കണ്ട് അവൾ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. എന്നിട്ട് നടന്ന് അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മനുഷ്യജീവിയും എലിസബത്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം വിക്ടറിനെ അല്ലാതെ ഇതുവരെ ഒരു മനുഷ്യജീവനെ അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എലിസബത്തിനെ കണ്ട് അവൻ അത്രയും ആശ്ചര്യം അവളുടെ കൈ രണ്ടും പിടിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവള് അവന്റെ ശരീരഭാഗം തൊട്ടു നോക്കുമ്പോൾ ഇത് പല മനുഷ്യരുടെ ശരീരഭാഗങ്ങളായതുകൊണ്ട് തന്നെ അതെല്ലാം കീറിയിരിക്കുകയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ എലിസബത്ത് നേരെ മുകളിലേക്ക് വന്ന് അതെന്താ താഴെയുള്ളത്? നീയാണോ അതിനെ അങ്ങനെ ചെയ്തത്? അത് അസുഖമുള്ള ഒരാളാണോ? എന്താണെന്ന് ചോദിക്കുമ്പോൾ വിക്ടർ പറയും, ഇല്ല, അതാണ് ഞാൻ കണ്ടുപിടിച്ച കാര്യം. ഒരു ശരീരത്തിന് ഞാൻ ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞ് ആ മനുഷ്യജീവിയെ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ദേ ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ മരമണ്ടയ്ക്ക് ആകെ അറിയാവുന്നത് എൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ എലിസബത്ത് ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ അതിനെ കെട്ടിയിട്ടേക്കുന്നത്? അത് അവൻ്റെ രക്ഷയ്ക്കും എൻ്റെ രക്ഷയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്, പിന്നെ അതിനെ വൃത്തിയാക്കാനും. അപ്പോൾ വില്യം ചോദിക്കും, ഓക്കെ ഹാർലാൻഡിന് ഇത് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വരുന്നതിന് മുന്നേ ഞാൻ ഇതെല്ലാം ശരിയാക്കും എന്ന് പറയുമ്പോൾ ആ മനുഷ്യജീവി എലിസബത്തിന്റെ കയ്യിലേക്ക് അവളുടെ ഗ്ലൗസ് ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. വില്യം ചോദിക്കും, അതിന് ചിന്തിക്കാൻ കഴിയുമോ വിക്ടർ എന്ന് ചോദിക്കുമ്പോൾ വിക്ടറിന് ഇപ്പോഴും അതിനോട് എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെ അത് എലിസബത്തിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ എലിസബത്ത് ആ മനുഷ്യജീവിയെ കാണാൻ വേണ്ടി താഴേക്ക് പോവും. അതേസമയം അതെന്താ ചെയ്യുന്നതെന്നറിയോ? അവിടെയുള്ള ഇലകളെടുത്ത് ഒഴുകിപ്പോകുന്ന ആ ഒരു വെള്ളത്തിലേക്കിടും. അതൊഴുകി പോകുമ്പോൾ അതിന്റെ പിറകെ പോകുന്നുണ്ട്. അത് നോക്കി വീണ്ടും അതേ കാര്യം തന്നെ ചെയ്തു നിൽക്കുമ്പോൾ എലിസബത്ത് അടുത്തേക്ക് വന്ന് അതിനോട് സംസാരിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇതിനൊരു മനുഷ്യജീവി എന്ന് വിളിക്കാൻ കാരണം പൂർണ്ണമായിട്ടും അതൊരു മനുഷ്യനല്ല, കാരണം പല മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ചേർന്ന ഒരു ശരീരം. അങ്ങനെ എലിസബത്ത് അതിനോട് സംസാരിക്കുമ്പോൾ എലിസബത്തിനും ഒരു ഇലയെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എലിസബത്ത് പറയും, ഇത് എനിക്കാണോ? സത്യമായിട്ടും? ഓക്കെ, ഞാൻ എലിസബത്ത്. എന്താണ് എലിസബത്ത് എന്നവളുടെ പേര് പറയാൻ പറയുമ്പോൾ അത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും മറുപടി പറയുന്നില്ല. അപ്പോൾ എലിസബത്ത് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ആ മനുഷ്യജീവി ഇപ്പോൾ പതിയെ എലിസബത്ത് എന്നുള്ള ആ പേര് പറയുന്നുണ്ട്. അങ്ങനെ അത് കണ്ട എലിസബത്ത് നേരെ മുകളിലേക്ക് വരുമ്പോൾ വിക്ടർ അവളോട് പറയും, നീ അതിൻ്റെ അടുത്തേക്ക് ഒരിക്കലും പോകരുത്. അപ്പോൾ എലിസബത്ത്, നിങ്ങൾ അതിനെ അതെന്നാണോ വിളിച്ചത്? അതെ, ഞാനുണ്ടാക്കിയ ജീവനുള്ള ഒരു ശരീരം മാത്രം, പക്ഷെ അതിന് ചിന്തിക്കാനുള്ള കഴിവില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ എലിസബത്ത് പറയും, ഒരുപക്ഷെ നിങ്ങളാണെങ്കിലും അത് മാറി ചിന്തിക്കുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെയാണ്. അത് നിങ്ങളെ മാത്രം കാണുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേര് മാത്രം പറയുന്നത്. അതുമല്ല, അതിൻ്റെ കണ്ണില് ഞാനൊരു വേദന കണ്ടു. അത് നിങ്ങളുടെ ആ ഒരു ബുദ്ധി, ദേഷ്യം, ഇതിൻ്റെ എല്ലാം ബലമായിട്ടുള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് എലിസബത്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ വിക്ടർ നേരെ താഴേക്ക് ആ മനുഷ്യജീവിയുടെ അടുത്തേക്ക് വന്നിട്ട്, ഓ അപ്പോൾ അവസാനം ഞാനൊരു വില്ലനായിട്ട് മാറി. നിന്റെ ഹൃദയം അത്രയും നല്ലതാണെന്ന് അവൾ പറയുന്നു. പക്ഷെ ഒരിക്കലും ഞാനത് പറയത്തില്ല, കാരണം അത് വെച്ചത് ഞാനാണ്. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം, മുകളിലേക്ക് കയറ് എന്ന് പറയുമ്പോൾ അത് മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു മൃഗത്തെ പരിശീലിപ്പിക്കുമല്ലോ, അതുപോലെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ചങ്ങല എടുത്ത് അതിന്റെ കയ്യിലേക്ക് എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് കാല് മുന്നിലേക്ക് നീട്ടാൻ പറയും. പക്ഷെ അതൊരിക്കലും കാല് മുന്നിലേക്ക് വെക്കത്തില്ല. ഇത് കാരണം വിക്ടറിന് നല്ല ദേഷ്യം വന്ന് അവന്റെ കയ്യിലുള്ള ആ കമ്പി വെച്ചിട്ട് അതിനെ അടിക്കുന്നുണ്ട്. ഇത്ര പറഞ്ഞിട്ടും വിക്ടർ പറയുന്നത് പോലെ അത് ചെയ്യാത്തത് കൊണ്ട് വിക്ടർ ദേഷ്യപ്പെടുമ്പോൾ ആ മനുഷ്യജീവി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വിക്ടറിന്റെ കയ്യിൽ നിന്ന് ആ കമ്പി വാങ്ങി വിക്ടർ എന്നുള്ള പേര് വിളിച്ചുകൊണ്ട് ആ കമ്പി കൈകൊണ്ട് വളച്ചങ്ങ് വെക്കുന്നുണ്ട്. എന്നിട്ട് വിക്ടറിന്റെ പേര് നിർത്താതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വിക്ടർ അവിടെ നിന്ന് പോയിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ വില്യം ഉണ്ടല്ലോ, വില്യമിനെ വിക്ടർ വിളിച്ചുകൊണ്ട് വന്ന് നിന്നോടൊരു കാര്യം പറയണം. ഹെൻറിച്ചിന്റെ ശരീരം കാണിച്ചു കൊടുക്കാണ്. എന്നിട്ടാണ് പറയുന്നത്, നീ എലിസബത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയേ മതിയാവും. കാരണം ഹെൻറിച്ചിനെ കൊന്നത് ഞാൻ ഉണ്ടാക്കിയ ആ മനുഷ്യജീവിയാണ്. ഇനി ഒരു അപകടം സംഭവിക്കുന്നതിന് മുന്നേ നീ അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എലിസബത്തിനെയും വില്യമിനെയും ഇവിടെ നിന്ന് പറഞ്ഞുവിടും. പക്ഷേ വില്യം എലിസബത്തിനോട് പറഞ്ഞേക്കുന്നത് വേറൊരു കള്ളമാണ്. അങ്ങനെ വിക്ടർ ഒരു വിധത്തിൽ എലിസബത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് വിക്ടർ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ സ്ഥലം മുഴുവനായിട്ടും തീയിട്ട് കത്തിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരുപാട് പെട്രോള് ആ ടവറിനുള്ളിലെ പല റൂമുകളിലായിട്ട് ഒഴിക്കുന്നു. അതേപോലെ തന്നെ ഈ ബാരലുകളുണ്ടല്ലോ, അതെല്ലാം അവിടെ വെക്കുന്നുണ്ട്. അതേപോലെ താഴെ വന്ന ആ മനുഷ്യജീവിയുടെ അടുത്തും ഈ പെട്രോളെല്ലാം ഒഴിച്ചിട്ട് അതിന്റെ മുന്നിലേക്ക് വന്നിട്ടാണ് വിക്ടർ പറയുന്നത്, ഓക്കെ, ഞാൻ നിന്നെ വെറുതെ വിടാം. ഒരേ വാക്ക്, വേറെ എന്തെങ്കിലും ഒരു വാക്ക്, എന്റെ പേരല്ലാതെ നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാല് അപ്പോൾ നിന്നെ ഞാൻ വിടാമെന്ന് പറയുമ്പോൾ അതപ്പോഴും രണ്ട് ചങ്ങലകളും പൊക്കിയിട്ട് വിക്ടർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വിക്ടർ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുമ്പോൾ അതിപ്പോ വിക്ടറിനെ നോക്കി എലിസബത്ത് എന്നുള്ള ആ പേര് പറയുന്നതും ഇവിടെ എലിസബത്തിനെയും വില്യമിനെയും കാണിക്കുമ്പോൾ അവർ തിരിച്ചു വരുന്ന സമയത്ത് എലിസബത്ത് വില്യമിനോട് പറയുന്നുണ്ട്, എന്തോ ഒരു കാര്യം തെറ്റായിട്ട് നടക്കാൻ പോകുന്നു, നീ പെട്ടെന്ന് വണ്ടി തിരികെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുമെന്ന് പറയുന്നതും ഇവിടെ വിക്ടർ ആ ഒരു പേര് കേട്ടിട്ട് പോലും അതിനെ അങ്ങനെ തന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ആ പെട്രോൾ ഒഴിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ അവിടെ തീയിടുകയാണ്. ഇപ്പോൾ തീ നേരെ താഴേക്കും അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നു പിടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ തീ പിടിച്ച അവസാനം ആ തീ നേരെ താഴെയുള്ള അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതുപോലെ വിക്ടർ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ ആ ഡോറും തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ തീ നല്ലതുപോലെ പിടിക്കുന്നതും അവന്റെ രണ്ട് കൈകളും ചങ്ങലയിട്ടത് കൊണ്ട് തന്നെ അവന് പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. ഇപ്പൊ അവനെ കൂടി കൊല്ലാൻ വേണ്ടിയിട്ടാണ് വിക്ടർ അതുപോലൊരു കാര്യം ചെയ്തത്. ഇപ്പോൾ വിക്ടറിന്റെ പേര് പറഞ്ഞ് അവൻ അലറി വിളിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് വിക്ടർ എന്തോ മനസ്സലിഞ്ഞ് അവനെ രക്ഷിക്കാനായിട്ട് ഓടി അവിടേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ബാരലുകളെല്ലാം പൊട്ടിത്തെറിച്ച് വിക്ടർ ആ ഒരു ഫോഴ്സിൽ തെറിച്ചു വന്ന് അവന്റെ തല വന്ന അടുത്തുള്ള കല്ലിലേക്ക് ഇടിച്ച് അവന്റെ ബോധം പോയി താഴെ വീഴും. അങ്ങനെ ആ ടവർ മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ച് അതിനെന്താണ് സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഇത്രയും കഥകൾ പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ആ മനുഷ്യജീവി വീണ്ടും ഈ കപ്പലിനുള്ളിൽ കയറി വന്നു. എന്നിട്ട് എല്ലാവരെയും അടിച്ചു കളഞ്ഞ് നേരെ അകത്തേക്ക് കയറുമ്പോൾ ആ ക്യാപ്റ്റൻ വന്ന് അതിനെ തടയുമ്പോൾ അത് അയാളെയും കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ക്യാപ്റ്റൻ പറയുന്നത്, കൊല്ല്, നീ എല്ലാവരെയും കൊല്ല്, നിന്നെ നിർമ്മിച്ച അവനെ നീ കൊല്ലാൻ പറയുമ്പോൾ ആ മനുഷ്യജീവി പറയും, അപ്പൊ എന്നെ നിർമ്മിച്ചവൻ അവനെ പറ്റിയുള്ള എല്ലാ കഥയും നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കഥ പറയാൻ പോവാണ്. അപ്പൊ ഇതിന് ഈ മൂവിയിൽ ഒരു പേരില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അന്ന് വിക്ടറിന് പരിക്ക് പറ്റി അവൻ വെളിയിൽ കിടക്കുമ്പോൾ ഇവൻ ഒരുപാട് അതിനകത്ത് കിടന്ന് വിക്ടറിനെ വിളിക്കുമായിരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് അവന് വേറെ ആരുമല്ല, അവൻ ഒറ്റയ്ക്കാണെന്ന്. അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ വേറെ ആരും വരത്തില്ല എന്ന് മനസ്സിലാക്കി അവൻ തന്റെ ചങ്ങല ഇട്ടേക്കുന്ന ആ കമ്പി വലിച്ചിളക്കിയിട്ട് ആ ചങ്ങലകള് അവിടെയുള്ള ചുമരിലിടിച്ച് പൊട്ടിക്കും. അതുമല്ല അവിടെ തീ പിടിക്കുന്നതിന് മുന്നേ അവൻ ഇതിനു മുന്നേ ഇല ഒഴുക്കി വിട്ട ആ ഒരു വഴിയുണ്ടല്ലോ, അതുവഴിയെ രക്ഷപ്പെട്ട് നേരെ കടലിലേക്ക് വീഴാണ്. അങ്ങനെ നേരെ കടലിലേക്ക് വന്ന് വീണ അവൻ പിന്നീട് കണ്ണു തുറക്കുന്നത് ഈ കടലിന്റെ കരയിൽ നിന്നും. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ അവൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിന് ശേഷം പുറം ലോകം കാണുന്നത്. എല്ലാം ഒരു കുട്ടി എങ്ങനെ ഓരോ കാര്യങ്ങൾ ആദ്യമായിട്ട് കാണും അതുപോലെ. അങ്ങനെ അതിനുള്ളിലൂടെ അവൻ ആ ഒരു കാടിനകത്തേക്ക് നടക്കാൻ തുടങ്ങി. കുറെ ദൂരം നടന്നു ചെന്നപ്പോഴാണ് ഇതിനു മുന്നേ വിക്ടർ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്ന ആളുകളുടെ ശരീരം ഉപേക്ഷിച്ചത് ഈ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥികളും അവിടെ കിടപ്പുണ്ട്. അതിനിടയിൽ നിന്നും അവനൊരു അസ്ഥി എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അതേപോലെ അവിടെ പഴകിയ ഒരു വസ്ത്രമുണ്ട്, തണുപ്പ് മാറ്റാൻ വേണ്ടി അതെടുത്തിടും. എന്നിട്ട് അവിടെ നിന്നും വീണ്ടും കുറേ ദൂരം നടന്നു ചെല്ലുമ്പോഴാണ് ഒരു കൂട്ടം മാനുകൾ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അത് മാനുകളല്ല, വേറെ ഏതോ ഒരു മൃഗമാണെന്ന് തോന്നുന്നു. അങ്ങനെ അതിനടുത്തേക്ക് ചെന്ന് അത് കഴിക്കുന്ന എന്തോ ഒരു പഴമുണ്ട്, അത് പിച്ചി കഴിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ അവൻ കഴിച്ചതിന് ശേഷം ആ മൃഗത്തിനും അത് അവൻ കൊടുക്കുന്നുണ്ട്. അതും പേടിയില്ലാതെ തന്നെ അത് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവൻ നല്ലതുപോലെ തന്നെ ആ സ്ഥലം ആസ്വദിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വെടിശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് കുറച്ച് വേട്ടക്കാരായിരുന്നു. അപ്പൊ ഇവൻ അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അതെന്തോ ജീവിയാണെന്ന് വിചാരിച്ച അവൻ ഈ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വെടികൊണ്ട മനുഷ്യജീവി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അവര് പുറകെ തന്നെ വരുന്നുണ്ട്. അവര് പറയുന്നുണ്ട് അതിനെ ഒരിക്കലും വിടരുത്, അതെന്താണെന്ന് അറിയത്തില്ല,
അതൊരു ജീവിയാണോ, മനുഷ്യനാണോ എന്നെല്ലാം പറഞ്ഞ് അവന്റെ പിറകെ വരുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട മനുഷ്യജീവിയെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. കൂടാതെ അവന്റെ ദേഹത്ത് ബുള്ളറ്റ് ഉണ്ടല്ലോ, ആ മുറിവ് വീണ്ടും പഴയതുപോലെ ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യജീവിക്ക് ഒരിക്കലും മരണമില്ല. അന്നാണ് അവൻ ആദ്യമായിട്ട് തണുപ്പ് എന്താണെന്ന് അനുഭവിക്കുന്നത്. അങ്ങനെ കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഒരു പഴയ വീടും അതിനോടടുത്തുള്ളൊരു ഫാമും അവൻ കാണുന്നു. അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി അതിനകത്തേക്ക് ഓടിക്കയറുമ്പോൾ അവിടെ വേറെ ആരും ഇപ്പൊ താമസമില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ വലിയൊരു അറയുണ്ട്. അതിനകത്തേക്ക് അവൻ കയറിയിരിക്കും. ഇപ്പൊ അതിനുള്ളിലെ അവിടുത്തെ എലികളും അവനും മാത്രം. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ തന്നെ റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം അവൻ കിടന്ന് ഉറങ്ങുമ്പോഴാണ് വെളിയിൽ ഒരു കുതിര വണ്ടി വരുന്നു. ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് അവര്. ഇത് വേറെ ആരുമല്ല, അവനെ കാടിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്ത ആ വേട്ടക്കാരുണ്ടല്ലോ, അവരായിരുന്നു. അവരിവിടേക്ക് വരുമ്പോൾ തന്നെ ഇവനെ പറ്റിയുള്ള കാര്യം പറയുന്നുണ്ട്. നമ്മളതിനെ 2 തവണ ഷൂട്ട് ചെയ്തിട്ടും അതിനൊന്നും സംഭവിച്ചില്ല, അത് എവിടേക്ക് പോയി കാണും എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അകത്തേക്ക് വരുമ്പോഴാണ് അതൊരു കുടുംബമാണെന്ന് അവന് മനസ്സിലാവുന്നത്. അതുപോലെ അതിലൊരു ചെറിയ പെൺകുട്ടി, കണ്ണ് കാണാത്തൊരു അപ്പൂപ്പൻ, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അതും കൂടാതെ ഒരു 4 പേരും. അങ്ങനെ മുത്തശ്ശനെ ആ ചെറിയ പെൺകുട്ടി ഒരിടത്തേക്ക് കൊണ്ടിരുത്തുമ്പോൾ അവളുടെ തലയിലെ അയാൾ തട്ടുന്നുണ്ട്. ഇത് കണ്ട മനുഷ്യജീവിയും അതുപോലെ തന്നെ സ്വന്തം തലയിൽ തട്ടുകയാണ്. കാരണം അവൻ ഇതെല്ലാം ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ ആ വീട്ടിൽ ഒളിച്ച് താമസിക്കുന്ന മനുഷ്യജീവി ആ വീട്ടിലുള്ള ഓരോരുത്തരെയായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി. അതിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ണ് കാണാൻ കഴിയാത്ത ആ മുത്തശ്ശനെയാണ്. കാരണം മറ്റുള്ളവരിൽ കാണാത്ത എന്തോ ഒന്ന് ആ മുത്തശ്ശനിൽ അവൻ കണ്ടു. ഒരു പ്രത്യേക വെളിച്ചം പോലെ. സ്നേഹം, സന്തോഷം ഇതെല്ലാം മനസ്സിലാക്കിയത് അദ്ദേഹത്തിലൂടെ ആയിരുന്നു. കൂടാതെ ആ മുത്തശ്ശൻ തന്റെ കൊച്ചുമകൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. കണ്ണ്, മൂക്ക്, അക്ഷരങ്ങൾ ഇതെല്ലാം മനുഷ്യജീവിയും ഒളിഞ്ഞിരുന്ന് ഒരു കുട്ടിയെപ്പോലെ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ പതിയെ പതിയെ ആ കുടുംബത്തെ അവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പൊ ആ കുടുംബത്തില് എന്തെങ്കിലും ഒരു സഹായം അവന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഒരു ദിവസമാണ് കുടുംബത്തിലെ എല്ലാവരും വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. പക്ഷെ അവർക്ക് അധികമായിട്ട് വിറകൊന്നും കിട്ടിയില്ല. ആ വിഷമത്തിൽ എല്ലാവരും വീട്ടിലേക്ക് വന്നു. ഇത് കേട്ട മനുഷ്യജീവി അവരെ സഹായിക്കാനായിട്ടുള്ള ഒരേ ഒരു അവസരമാണിത് എന്ന് മനസ്സിലാക്കി അവരാരും അറിയാതെ അന്ന് രാത്രി കാട്ടിലേക്ക് പോയിട്ട് ഒരുപാട് വിറകുകൾ ശേഖരിച്ച് അവരുടെ വീടിന് മുന്നിൽ കൊണ്ടുവച്ചു. അടുത്ത ദിവസം ഈ വീട്ടുകാർ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇത്രയും വിറക് കണ്ട് അവരെല്ലാവരും അത്ഭുതത്തോടെ ഇതെന്താണെന്ന് അറിയാൻ കഴിയാതെ പരസ്പരം ഇതാരാണ് ചെയ്തതെന്ന് അറിയത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ വിശ്വസിച്ചത് വനദേവത അവരെ സഹായിച്ചതെന്നാണ്. ഒരുപക്ഷെ അവരുടെ കഷ്ടപ്പാട് കണ്ട് വനദേവതയായിരിക്കും അവരെ സഹായിച്ചത് എന്ന് വിചാരിച്ച് ആ വനദേവതയ്ക്ക് അവർ നന്ദി പറയുന്നു. അതും ആ ചെറിയ പെൺകുട്ടിയെ വെച്ച് ഈ വനദേവതയ്ക്ക് അവർ നന്ദി പറയുമ്പോൾ സത്യത്തിൽ ഈ മനുഷ്യജീവിയാണല്ലോ അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവ സ്വയം അവന്റെ തലയിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ആ കുടുംബത്തിലെ ഒരു കാവൽക്കാരനായിട്ട് അവൻ മാറി. അവരറിയാതെ തന്നെ അവർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിന്റെ പ്രതിഫലമായിട്ട് അവര് വനദേവതയ്ക്ക് വേണ്ടി വസ്ത്രങ്ങള്, ബ്രെഡ് ഇതെല്ലാം വീടിന് വെളിയിൽ വെച്ചു. അതെല്ലാം എടുക്കുന്നത് അവൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ജീവിച്ച ആ ഒരു ജീവിതം വളരെ സമാധാനമുള്ളതായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് കാടിനുള്ളിൽ നിന്നും ഒരുപാട് ചെന്നായ്ക്കള് ഇവരുടെ വീടിനടുത്തേക്ക് വന്ന് ആ ആടുകളെയെല്ലാം കൊല്ലാൻ തുടങ്ങിയത്. അതിനു മുന്നേ അതിനകത്തുള്ള വേട്ടക്കാരെ ആ ചെന്നായ്ക്കളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്തു. അതിനുശേഷം ഈ വീട്ടുകാരൊരു തീരുമാനമെടുത്തു. മഞ്ഞുകാലത്തിന് മുന്നേ മലകളിലേക്ക് പോയിട്ട് ആടുകളെല്ലാം വിൽക്കണം, അതേപോലെ അവിടെയുള്ള ചെന്നായ്ക്കളെല്ലാം കൊന്ന് മഞ്ഞ് വീഴ്ചയാകുമ്പോൾ തിരിച്ചു വരാം. അതുകൊണ്ട് അച്ഛനും ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുമ്പോൾ ആ മുത്തശ്ശൻ ഒരിക്കലും അവരോടൊപ്പം പോകാനായിട്ട് തയ്യാറാവത്തില്ല. എല്ലാ വർഷവും മഞ്ഞ് സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ കഴിയാറ്, അതുപോലെ തന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം എന്ന് നിർബന്ധം പിടിച്ച ആ മുത്തശ്ശൻ ഇവിടെ തന്നെ കഴിയും. അങ്ങനെ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും മലകളിലേക്ക് പോകുന്നതും മുത്തശ്ശൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വനദേവത ഇവർക്ക് കാവലുണ്ടെന്നാണ്. അങ്ങനെ മുത്തശ്ശൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യജീവിയും മുത്തശ്ശനോട് സംസാരിക്കാണ്ട് ചെല്ലും. കാരണം ഇവരാരോടെ ഇല്ല, മുത്തശ്ശന് കണ്ണു കാണാൻ കഴിയത്തില്ല. അങ്ങനെ ദൂരെ വന്ന ഒരു യാത്രക്കാരൻ എന്നുള്ള രീതിയിൽ ആ വീടിനകത്തേക്ക് അവൻ കയറി ചെല്ലുന്നത് മുത്തശ്ശൻ അവനെ നല്ലതുപോലെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് കണ്ണു കാണാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെയർ എടുത്ത് അവിടെ ഇരുന്ന് ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കാമെന്ന് പറയുമ്പോൾ അവൻ പകരം ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന മദ്യം എടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് അത് താഴെ വീഴും. കാരണം ആ കുപ്പി എങ്ങനെ തുറക്കണമെന്ന് പോലും അവൻ അറിയത്തില്ല. എന്നിട്ടാണ് ഈ മുത്തശ്ശനോട് അവൻ ആരാണെന്ന് അറിയത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആ മുത്തശ്ശൻ അവന്റെ ദേഹം തൊട്ടു നോക്കിയിട്ട് പറയുന്നുണ്ട്, നിന്റെ കൈയെല്ലാം തണുത്തിരിക്കുകയാണ്, ശരീരം മുഴുവൻ എന്തോ മുറിവുകളുള്ളതുപോലെ, നിനക്ക് ആ കുപ്പി നേരെ പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ല നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവന് തന്നെ അറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും, ശരി എന്റെ സുഹൃത്ത്, എന്റെ നല്ലൊരു സുഹൃത്താണ് നീ ഇനി മുതൽ ഇവിടെ തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മനുഷ്യജീവി അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങുന്നു. കാരണം ഇത്രയും കാലം ഒറ്റയ്ക്ക് കഴിഞ്ഞ അവന് ഒരു കൂട്ട് കിട്ടി. അങ്ങനെ ആ മുത്തശ്ശനോടൊപ്പം ചേർന്ന് ഒരുപാട് ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. ഒരുപാട് അറിവുകൾ അവ ശേഖരിച്ചു. ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഒരുപാട് അറിവുകളും അവന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും അവൻ നല്ലതുപോലെ തന്നെ ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങി.
അങ്ങനെ അവസാനം അവൻ ആദം ഹൗവ അവരുടെ ആ ഒരു ബുക്കുണ്ടല്ലോ, അവരുടെ ആ ഒരു കഥ വരെ മനസ്സിലാക്കി. എങ്ങനെയാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായത് എന്നുള്ള കാര്യം അതിലൂടെ തന്നെ അവൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അവൻ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ്. കാരണം അവന്റെ തലയ്ക്കുള്ളിലെ ഒരു ഓർമ്മകളുമില്ല. അവനെ ആരാണ് ഉണ്ടാക്കിയത് എന്നുപോലും അവൻ അറിയത്തില്ല. കാരണം അവൻ സാധാരണ ഒരു മനുഷ്യനല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായിരുന്നു. സാധാരണ മനുഷ്യർക്ക് ഒരു മരണം ഉണ്ടാവും, പക്ഷെ അവനൊരിക്കലും മരണമില്ല. അപ്പൊ ആ മുത്തശ്ശൻ പറയും, നിന്നെ നിർമ്മിച്ചത് ആരാണെന്ന് നീ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ അവനിപ്പോ പൊളിഞ്ഞ ഒരു ടവർ ഉണ്ടല്ലോ അതിനടുത്തേക്ക് വരും. എന്നിട്ടാണ് അവിടെ കത്താതെ കിടക്കുന്ന പേപ്പറുകളും ബുക്കുകളും മറ്റു കാര്യങ്ങളിലെ എടുത്ത് അവനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള ആ ഒരു കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ അവൻ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അവനൊരു പൂർണ്ണമായിട്ടുള്ള മനുഷ്യനല്ല, പല മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ചേർത്ത് വെച്ചൊരു രൂപം. അതേപോലെ അവന് മരണവുമില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി. ഇപ്പോൾ വിക്ടറിനെ കണ്ടുപിടിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ വിക്ടറിന്റെ അഡ്രസ്സ് അവൻ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് അവൻ തിരിച്ച് ഈ വീട്ടിലേക്ക് വരുമ്പോൾ അതിന് വെളിയിൽ ഒരുപാട് ചെന്നായ്ക്കള് ആ വീടിനകത്തേക്ക് പോയിട്ടുണ്ട്. ഓടി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ചെന്നായ്ക്കൾ മുത്തശ്ശനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അകത്തേക്ക് കയറി അവൻ ഓരോ ചെന്നായ്ക്കളായിട്ട് നല്ലതുപോലെ അടിച്ച് ഓരോന്നിനെ കൊല്ലുകയും ചെയ്യുന്നു. ഇത് കാരണം ചെന്നായ്ക്കളെല്ലാം പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നതും. മുത്തശ്ശന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കൂടാതെ അവൻ ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു എന്നാ മുത്തശ്ശനോട് പറയുന്നത്. അവന് തന്നെ മനസ്സിലായി അവൻ ഈ ഭൂമിയിൽ ഒന്നുമല്ലാന്ന്, വേറെ ഒരു വേസ്റ്റ്, മരണമില്ലാത്ത ഒരു പൂർണ്ണ മനുഷ്യനല്ലാത്ത എന്തോ ഒരു കാര്യം. അപ്പോഴാണ് ആ മുത്തശ്ശൻ പറയുന്നത്, പക്ഷെ നീ ആരാണെന്ന് എനിക്കറിയാം, ഒരു നല്ല മനസ്സിന് ഉടമയാണ് നീ, അതും എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ ആ മുത്തശ്ശൻ അവിടെ വെച്ച് മരിക്കുന്നതും. ഇപ്പോൾ മുത്തശ്ശന്റെ കുടുംബത്തിലെ ബാക്കി എല്ലാവരും തിരിച്ചു വരുമ്പോൾ മുത്തശ്ശനെ കൊന്നത് ഈ മനുഷ്യ ജീവിയാണെന്ന് മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ ഇവരെ കൊല്ലാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അവരെ ആരെ ഒന്നും ചെയ്യാതെ അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവരവനെ 2-3 തവണ ഷൂട്ട് ചെയ്ത് അവൻ നേരെ താഴേക്ക് വീഴുന്നതും അവൻ മരിച്ചു എന്ന് വിശ്വസിച്ച് അവർ പോകുമ്പോൾ രാത്രിയാവുന്നതും അവൻ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. കാരണം അവനൊരിക്കലും മരണമില്ല. പക്ഷെ അപ്പോഴും ആ കുടുംബത്തിനോടല്ല അവന് ദേഷ്യം, അവനെ ഉണ്ടാക്കിയ വിക്ടറിനോടാണ്. കാരണം മറ്റുള്ള മനുഷ്യർക്കുള്ളതുപോലെ ഒരു കാര്യം മാത്രമാണ് അവനില്ലാത്തത്, അത് മരണമാണ്. അങ്ങനെ അവന്റെ കഥ ഇത്രയും പറഞ്ഞതിന് ശേഷം അവൻ വിക്ടറിനോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? അവനൊരു തുണ വേണമെന്നാണ്. കാരണം വേറെ ഒന്നുമല്ല, മരണമില്ലാതെ ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് ഒരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അവനെ പോലെ ഒരു തുണയെ അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് വിക്ടറിന്റെ പിറകെ അവൻ വരുന്നത്. അങ്ങനെ കഥയുടെ ബാക്കിയിലെ ആ സ്ഥലം തീ പിടിച്ച് വിക്ടർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം വിക്ടർ ഇപ്പോൾ തന്റെ സഹോദരനോടൊപ്പമാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് വിക്ടറിന്റെ മുറിയിലേക്ക് ആ മനുഷ്യജീവി കയറി വരുന്നത്. വിക്ടർ പറയും, നീ ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ട് എനിക്കറിയാം, പുറത്തേക്ക് വരാൻ പറയുമ്പോൾ അവൻ പുറത്തേക്ക് വരുന്നതും വിക്ടർ പറയും, ഓ ഞാനുള്ള സ്ഥലം വരെ കണ്ടുപിടിച്ച് വരാനുള്ള ബുദ്ധിയായോ നിനക്ക് എന്ന് ആ മനുഷ്യജീവി അവൻ പുച്ഛിക്കും. അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം അവനൊരു തുണയെ വേണമെന്നാണ്. ഇത്തവണ വിക്ടർ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല. എന്ത് തുണയോ? നിനക്കോ? അതെ, മരണമില്ലാത്ത എന്റെ ജീവിതത്തിന് എനിക്കൊരു തുണ വേണം, എന്നെ പോലെ ഒരാളെ കൂടി നീ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ വിക്ടർ പറയും, എന്തിനി? ഒരു തുണയെ ഉണ്ടാക്കിയിട്ട് പഴയ കാര്യങ്ങളെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട രൂപത്തെ ഞാൻ ഒരിക്കലും ഉണ്ടാക്കില്ല. അപ്പോൾ മനുഷ്യജീവി പറയും, പഴയതുപോലെയല്ല, ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കി, ഓരോ ഫീലിങ്സും എനിക്ക് നല്ലതുപോലെ അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു തുണയെ വേണമെന്ന് പറയുമ്പോൾ തുണയെ ഉണ്ടാക്കിയിട്ട്, ഓ ഒരു കുടുംബം നടത്താനാണോ? കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അത് പെരുകി നിന്നെപ്പോലെ ഒരു വേസ്റ്റ് തലമുറ വീണ്ടും ഇവിടെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോൾ മനുഷ്യജീവിക്ക് ദേഷ്യം വന്ന് വിക്ടറിനെ എടുത്തൊരു ഒറ്റയേറ്, നീ എന്നെ സ്നേഹം കൊണ്ടല്ല ഒരിക്കലും ഉണ്ടാക്കിയത്, നിന്റെ വെറുപ്പ് കൊണ്ടാണ്. അതും പറഞ്ഞ് നമ്മുടെ വിക്ടറിനെ ഉപദ്രവിക്കുന്നതും. ഇപ്പോൾ എലിസബത്ത് ശബ്ദം കേട്ട് ഇതിനകത്തേക്ക് കയറി വന്ന് മനുഷ്യജീവിയെ കാണുമ്പോൾ എലിസബത്ത് ഓടി അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നീയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ വിക്ടർ പെട്ടെന്ന് ഒരു തോക്കെടുത്ത് മനുഷ്യജീവിയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ എലിസബത്ത് മുന്നിലേക്ക് കയറി നിൽക്കുന്നതും വെടിക്കൊള്ളുന്നത് അവളുടെ വയറിൽ. അങ്ങനെ അവൾ താഴെ വീഴുമ്പോൾ ശബ്ദം കേട്ട് വില്യമും ബാക്കി എല്ലാവരും അകത്തേക്ക് വരുന്നതും വിക്ടർ പറയും, അവനാണ് എലിസബത്തിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയുന്നതും. ഇപ്പൊ അവരോടി വരുമ്പോൾ അവൻ വില്യമിനെടുത്തൊരു ഒറ്റയേറ് വില്യം താഴേക്ക് വീണ് അവന്റെ തലയിടിച്ച് വില്യം അവിടെ വെച്ച് മരണപ്പെടുന്നു. അത് കഴിഞ്ഞ് എലിസബത്തിനെ അവൻ അങ്ങനെ പൊക്കിയെടുത്ത് എല്ലാവരുടെയും മുന്നിലൂടെ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ചാണ് വിക്ടറിന്റെ കാലിനും നല്ല പരിക്ക് പറ്റുന്നത്. അങ്ങനെ എലിസബത്തിനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു ഗുഹയ്ക്കകത്തേക്ക് അവളുടെ ശരീരം കൊണ്ട് കിടത്തുന്നതും എലിസബത്തിന് അധികം നേരം ജീവിച്ചിരിക്കാൻ കഴിയത്തില്ല, അവൾ അവിടെ വെച്ച് മരണപ്പെടും. അങ്ങനെ മനുഷ്യജീവിയെ അന്വേഷിച്ചു വന്ന വിക്ടർ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഒരു തോക്കുമായിട്ട് കയറി അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവൻ വിക്ടറിനെ കൊല്ലത്തില്ല, പക്ഷേ കൊല്ലാതെ കൊല്ലും, അവനെ പതിയെ വേദനിപ്പിച്ച്. കാരണം വേറൊന്നല്ല, അവന് വേണ്ടതൊരു തുണയാണ്. അതുണ്ടാക്കി കൊടുക്കുന്നത് വരെ വിക്ടറിനെ ഇതുപോലെ അവൻ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ മനുഷ്യജീവിയെ ഫോളോ ചെയ്ത് വിക്ടറും പുറകെ തന്നെ പോകുന്നുണ്ട് അവനെ കൊല്ലാൻ വേണ്ടി.
ഇപ്പോൾ എത്രയൊക്കെ അവനെ കൊല്ലാൻ ശ്രമിച്ചാലും അവൻ ഒരിക്കലും മരണമില്ല എന്ന് വിക്ടറിന് അറിയാം. അങ്ങനെ ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചിരിക്കുമ്പോഴാണ് അവൻ അവിടേക്ക് വരുന്നത്. വിക്ടർ അവനെ ഷൂട്ട് ചെയ്യുമ്പോൾ അവനെ ആ ടെന്റിൽ നിന്ന് വലിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വിക്ടർ ഒരു കത്തിയെടുത്ത് അവന്റെ കയ്യിൽ കുത്തുമ്പോൾ അവൻ ആ കത്തി വലിച്ചൂരി വിക്ടറിന്റെ കാലിലേക്ക് കുത്തും. അപ്പോഴാണ് വിക്ടറിന്റെ കയ്യിലെ ഒരു ചെറിയ ബോംബ് ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ മനുഷ്യജീവി പറയും, ഇതെന്നെ കൊല്ലുമെന്നാണ് നീ വിശ്വസിക്കുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ ഇത് ഞാനിപ്പോൾ കത്തിക്കാൻ പോവാണ്. ഇത് പൊട്ടിത്തെറിച്ച് ഞാൻ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ വേട്ടയാടാൻ വേണ്ടി ഞാൻ വീണ്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞ് ഇത് കത്തിക്കാൻ പറയുന്നതും വിക്ടർ ഇപ്പോൾ അത് കത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് വിക്ടറിനോട് പറയും, ശരി ഇവിടെ നിന്ന് ഓടിക്കോ എന്ന് പറയുമ്പോൾ വിക്ടർ അങ്ങനെ പേടിച്ച് എഴുന്നേറ്റ് മുടന്തി മുന്നിലേക്ക് തന്നെ ഓടാണ്. അപ്പോഴാണ് അവന്റെ കയ്യിലിരിക്കുന്ന ആ ബോംബ് പൊട്ടിത്തെറിച്ച് ആ മനുഷ്യജീവി മൊത്തത്തിൽ കത്തിപ്പിടിക്കുന്നത്. പക്ഷേ മനുഷ്യജീവി പറഞ്ഞതുപോലെ തന്നെ അവൻ ഒരിക്കലും മരണമില്ലാത്തത് കൊണ്ട് അവന്റെ ശരീരവും എല്ലാം പഴയതുപോലെ തന്നെ റീജനറേറ്റ് ആയിട്ട് വരികയാണ്. അതുകൊണ്ട് ഒരിക്കലും അവന് മരണമില്ല. അങ്ങനെ ഈ സംഭവം ഇവിടെ നടക്കുമ്പോഴാണ് ആ കപ്പലിലെ ക്യാപ്റ്റനും ബാക്കിയുള്ളവരും ഇത് കണ്ട് നമ്മുടെ വിക്ടറിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനുഷ്യജീവി പറഞ്ഞതിനു ശേഷം വിക്ടറിനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോ രക്തം ശരീരത്തിൽ നിന്ന് പോവും, മുറിവ് സംഭവിക്കും, വേദന എടുക്കും, പക്ഷേ ഒരിക്കലും മരണമില്ല. എന്നെ ഈ അവസ്ഥയിലാക്കിയ, എന്നെ ഉണ്ടാക്കിയ നീ ഇല്ലാണ്ടാവണം, അതാണ് എനിക്ക് വേണ്ടത്. പക്ഷേ എനിക്ക് ശിക്ഷയും ഇല്ല, ഒരിക്കലും ഒരവസാനവും ഇല്ല. പക്ഷെ ഇപ്പോൾ എത്ര ദേഷ്യം കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല, അതെനിക്കറിയാം. ഇത് കേട്ട വിക്ടർ പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പക്ഷേ ക്ഷമ കൊടുത്തിട്ടും ഒരു കാര്യമില്ല. ഇപ്പോഴാണ് വിക്ടർ അവനെ ഉണ്ടാക്കിയത് കൊണ്ട് സ്വന്തം മകനായിട്ട് അവസാനമായിട്ട് ഒരു തവണ കൂടി നീ എന്റെ പേര് വിളിക്ക്, അന്ന് ആദ്യമായിട്ട് എന്റെ പേര് വിളിച്ചതുപോലെ എന്ന് പറയുമ്പോൾ മനുഷ്യജീവി വിക്ടറിന്റെ പേര് അതുപോലെ വിളിക്കുന്നതും വിക്ടർ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ വിക്ടറിന് ഒരു ഉമ്മയും കൊടുത്ത് മനുഷ്യജീവി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ കപ്പൽ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഈ കഥ കേട്ട എല്ലാവരും അവനെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് മനുഷ്യജീവി ഇനിയും അവന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു മരണമില്ലാത്ത ജീവിതം. അങ്ങനെ താഴേക്ക് വന്നതിന് ശേഷമാണ് ഈ കപ്പൽ ഇവിടെ കുറെ നാളായിട്ട് കുടുങ്ങി കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഇവരെ സഹായിക്കാൻ വേണ്ടി ആ കപ്പൽ അവിടെ നിന്നും തള്ളി കടലിലേക്ക് തന്നെ ഇറക്കി വിടും. കാരണം അവനൊരു നല്ല മനസ്സിന് ഉടമയാണ്. അങ്ങനെ ആ കപ്പലിലുള്ള ക്യാപ്റ്റനും ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകുന്നതും മനുഷ്യജീവി അങ്ങനെ നടന്ന് അവന്റെ ഇനിയുള്ള ജീവിതം അവൻ ഇതുപോലെ തന്നെ ജീവിക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ മരണത്തെക്കാൾ ഭയങ്കരമായിട്ടുള്ളൊരു ജീവിതമാണ് മരണമില്ലാത്തൊരു ജീവിതം. കാരണം അങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടും. അതെല്ലാം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും. ആ വേദനയെല്ലാം സഹിക്കേണ്ടി വരും. അതുപോലൊരു ജീവിതം എന്തായാലും വേറെ ഉണ്ടാവത്തില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ആരുടേതാണെന്ന് പറഞ്ഞേക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും മനുഷ്യജീവിയുടെ സ്റ്റോറിയാണ്. കാരണം അതിൽ കുറച്ചുകൂടി ഇമോഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോറി ആരുടേതാണെന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. ഇതുപോലെ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.